പരസ്പര വിരുദ്ധമായിട്ടാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത്. ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞതല്ല പിന്നീട് പറഞ്ഞത്, പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവരുടെ ഇപ്പോൾ സംസാരിക്കുന്നതിന് ഒരു ഭീഷണിയുടെ സ്വരമാണ്. ഒരു സത്യം തുറന്നു പറഞ്ഞതിന് ഇപ്പോൾ പ്ലെയിനിൽ കൊണ്ടുവന്നല്ലോ സാധനം ആ ഡിപ്പാർട്ട്മെന്റിലെങ്കിലും, അപ്പോൾ അദ്ദേഹം സത്യമാണ് തുറന്നു പറഞ്ഞതെന്ന് വ്യക്തമാണല്ലോ. അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പോലെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഒരാളാണ്. ആ ഇടതുപക്ഷ സഹയാത്രികനായ ഒരാൾക്ക് പോലും മെഡിക്കൽ കോളേജിനകത്തും സർക്കാർ ആശുപത്രിയിലും നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. നിവൃത്തികേട് കൊണ്ട് പറഞ്ഞാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ ആദ്യം വരട്ടി, പിന്നെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും ഒരു വിരട്ടലിന്റെ ഭാഷയാണ്. അത് ശരിയല്ല. ഒരു സത്യം തുറന്നു പറഞ്ഞതിന് ഒരാളെ പീഡിപ്പിക്കുകയും അയാളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയായ രീതിയല്ല. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമുള്ളതല്ല, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇതിനേക്കാൾ ദയനീയമാണ്. ആലപ്പുഴയിലും കോഴിക്കോടുമൊക്കെ ഇതിനേക്കാൾ ദയനീയമായ സ്ഥിതിയാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം 936 കോടി രൂപയാണ് മരുന്ന് മേടിക്കാൻ ആവശ്യമുണ്ടായിരുന്നത്. കൊടുത്തത് 356 കോടി രൂപ ആദ്യം കൊടുത്തു, പിന്നീട് 150 കോടി കൊടുത്തു. അപ്പം 428 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ കൊടുക്കാൻ ബാക്കിയുണ്ട്. ഈ വർഷം മരുന്ന് മേടിക്കുന്നതിന് 1015 കോടിയാണ് കൊടുക്കേണ്ടത്. അതിന് 356 കോടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം ഈ വർഷം തന്നെ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് 1100 കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട്. പിന്നെ എങ്ങനെയാണ് മരുന്ന് സപ്ലൈ ചെയ്യണം? അപ്പം മരുന്ന് സപ്ലൈ ചെയ്യണ കമ്പനികളൊന്നും പ്രോപ്പറായി മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല. സർജിക്കൽ എക്യുപ്മെന്റ്സ് കൊടുക്കുന്നില്ല, ആശുപത്രി പഞ്ഞി കൊടുക്കുന്നില്ല, നൂല് കൊടുക്കുന്നില്ല. ഇപ്പൊ രോഗികളെല്ലാം നൂലും സർജിക്കൽ എക്യുപ്മെന്റ്സും ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ തുന്നാൻ വേണ്ടിയിട്ടുള്ള സൂചിയും നൂലും ഒക്കെ മേടിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പകർച്ചവ്യാധികൾ വ്യാപകമായുണ്ട്. ഇതൊന്നും തടയാനുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല. PR വർക്ക് മാത്രമാണ് ആരോഗ്യവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല PR ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ 15 കൊല്ലം മുമ്പുള്ള കാര്യം പറയും. 15 കൊല്ലം മുമ്പുള്ള സർക്കാർ ആശുപത്രിയിലെ പേഷ്യൻസിന്റെയും ഇപ്പോഴത്തെ എന്നാ പിന്നെ 25 കൊല്ലത്തെ 25 കൊല്ലം എന്തുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയെ കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നത്? സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് ഭീകരമാണ്, വലിയ എക്സ്പെൻസീവാണ്. അപ്പം ഒരു മിഡിൽ ക്ലാസ്സിൽപ്പെട്ട മധ്യവർഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ വരുന്നത്. പാവപ്പെട്ടവരും അല്ലാത്തവരും ഇടത്തരക്കാരും എല്ലാം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. വലിയ പണച്ചെലവാണ് മറ്റ് സ്വകാര്യ ആശുപത്രികൾ. അതുകൊണ്ടാണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണ്ടേ. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ്? ഇത് ഈ ആളുകൾക്ക് പാവങ്ങൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കലല്ലേ? പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുത്ത് ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റാത്ത പാവങ്ങൾ എന്ത് ചെയ്യും? പിന്നെ എന്തിനാ സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജൊക്കെ? അല്ലാതെ അത് പേടിപ്പിക്കരുത്. അത് സത്യം തുറന്നു പറഞ്ഞവരെ ഭയപ്പെടുത്തരുത്. ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്, മുഖ്യമന്ത്രിയുടെ സ്വരത്തിലുണ്ട്, MP ഗോവിന്ദന്റെ വർത്തമാനത്തിലുണ്ട്. അത് വേണ്ട, അത് ശരിയല്ല.